ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷ്യാം വളരെ സന്തോഷത്തോടു കൂടി തന്നെ, അതായത് നിശ്ചയത്തിന് റെഡി ആവാനുള്ള മോതിരങ്ങളൊക്കെ പണിയിക്കാൻ വേണ്ടിയുള്ള ഓർഡർ കൊടുക്കും കേട്ടോ. അപ്പം അമ്മായിടത്തൊക്കെ പറയും, നിങ്ങളൊന്നും കൂടി വിഷമിക്കേണ്ട, ഞാൻ തന്നെ ശ്രുതിയുടെയും എൻ്റെയും മോതിരം പണിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമ്മായിക്കും അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അച്ഛൻ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്. പക്ഷെ അമ്മയുടെയും അതുപോലത്തെ അമ്മായിയുടെയും വിചാരം അച്ഛനെ ഭയങ്കര സന്തോഷമാണ്. അവരുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാണല്ലോ, നിശ്ചയമാണല്ലോ, നിശ്ചയം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കല്യാണം വെക്കാം എന്നാണ് അവർ തീരുമാനിക്കണത്. അപ്പൊ അങ്ങനെ വെക്കണോണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അച്ഛനെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവരിങ്ങനെ ഇരിക്കണത്. അയാളുടെ കിടക്കിടയ്ക്ക് ഷ്യാം പോയിട്ട് അച്ഛനെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്കിനി എൻ്റെ ശ്രുതികുമാരി ലക്ഷ്മിയുടെ വിവാഹം കാണാം, നോയിക്കോ, ഇത് കണ്ടില്ലേ, ഈ മോതിരം ഞങ്ങൾക്ക് എൻ്റെ കൂടി വാങ്ങിച്ച എന്ന് പറയണ്ട്. അതിനുശേഷം പറയാം, ഇന്ന് ഞങ്ങളുടെ കല്യാണം കാണണം, അത് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണമെന്ന് കാണണം, എപ്പോഴും അച്ഛൻ ഇതേ കിടപ്പ് കിടന്നിട്ട് എല്ലാം കാണണം കേട്ടോ എന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം പതിവ് പോലെ ശ്രുതി അശ്വിൻ്റെ വീട്ടിൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഒരു കല്യാണക്കാരി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ചേച്ചിക്കാണോ, എവിടെ നിന്ന് അമ്മ ബന്ധം എന്ന് ചോദിക്കുകയാണ്. സമാധാനായി, ചേച്ചിക്ക് ഇതൊരു ആശ്വാസമായിരിക്കും എന്നൊക്കെ പറയാണ്. ചേച്ചിക്കല്ല, പിന്നെ ആർക്കാ വിവാഹം? നിനക്ക്? എനിക്കോ? അമ്മ എന്തൊക്കെയാ പറയണത്? എനിക്ക് വിവാഹമൊന്നോ? അതെ മോൾക്ക് പ്രായമൊക്കെ ശരിക്കും ആവുന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെങ്കിലും നമുക്ക് നല്ലൊരു ബന്ധം നടത്തണമെന്നല്ലേ മോളുടെ കാര്യം അടിച്ചിട്ട് അച്ഛൻ ആകെ ടെൻഷനും. അതുപോലെ അച്ഛന് നിന്റെ കല്യാണം നടത്താനാ ഏറ്റവും കൂടുതൽ ആഗ്രഹം. പ്രീതിക്ക് നല്ല ആലോചനകൾ ഇനിയും വരുമല്ലോ. പക്ഷെ നിനക്ക് പറ്റിയൊരു പയ്യൻ ഇപ്പൊ വന്നോണ്ട് നിന്റെ വിവാഹ സമയം ആയിട്ടുണ്ടാവും, ജാതകത്തിൽ നിനക്ക് വിവാഹ സമയം തന്നെയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ആകെ വിഷമമാകുമ്പോഴേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ശ്യാമാണ് മോളെ വിവാഹ ചെക്കെന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് ആകെ ദേഷ്യവും വിഷമവും ഒക്കെ ആവാണ്. നീ വിവാഹത്തിന് സമ്മതിക്കണം എന്നൊക്കെയാണ് അമ്മ പറയണത്. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ശ്രുതി അത് നേരെ പോയിട്ട് ശ്യാമിനോട് പോയി ചോദിക്കുകയാണ്, ഇവിടെ വിവാഹാലോചനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, അതെ നാളത്തോടു കൂടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ സമയത്ത് ശ്രുതി ശ്യാമിന്റെ മുഖത്തൊക്കെ പറയും, സോറി ശ്യാം സാർ, ഞാൻ ശ്യാം സാറിനെ അങ്ങനെ കണ്ടിട്ടില്ല, എനിക്കൊരു സഹോദരനില്ല, ശ്യാം സാറിന് എൻ്റെ സഹോദരനെ പോലെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബ സുഹൃത്ത് അങ്ങനെ കാണുന്നുള്ളൂ സർ, അല്ലാണ്ട് സാറിനെന്നല്ല ആരും എനിക്ക് ഭർത്താവായിട്ട് കാണാൻ പറ്റുന്ന അവസ്ഥയല്ല ഇത്, എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല ശ്യാം സാറിൻ്റെ അടുത്ത്, ഇനി അങ്ങനെ തോന്നത്തുമില്ല സർ, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് ശ്രുതി പറയുമ്പോൾ ശ്യാമിന്റെ മുഖം ഉണ്ടല്ലോ. പക്ഷെ ശ്യാം അങ്ങനെ ഇങ്ങനെ വിടത്തില്ല കേട്ടോ. ശ്യാം ഈ കാര്യം ആർത്തും പറയത്തില്ല, ശ്രുതി പറഞ്ഞ കാര്യമൊന്നും. ശ്രുതി അങ്ങനെ നിർബന്ധിച്ച് വിവാഹത്തിലേക്ക് എത്തിക്കുകയാണ് വീട്ടുകാർ തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.